കൊല്ലത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലത്തിലേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സായാഹ്നമൊക്കെ വന്ന് ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സ്ഥലത്ത് ഒരുപാട് പേർ ഇതിനു മുമ്പ് വന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് അപകടം നിറഞ്ഞ സ്ഥലമാണ്. പോകുന്നവർ ശ്രദ്ധിക്കുക. ഈ സ്ഥലം എന്ന് പറയുന്നത് ചടയമംഗലത്ത് നിന്നും കുറച്ചകത്തേക്ക് വരുമ്പോൾ തന്നെയുള്ള വട്ടത്തിൽ വാട്ടർഫോൾസ് ആണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറച്ച് കാട് പോലുള്ള വഴി കൂടെ കയറിയാണ് നമ്മൾ അകത്തേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ കാടായതുകൊണ്ട് ശ്രദ്ധിക്കണം. പോകുമ്പോൾ കുപ്പിച്ചിലുണ്ടാകാം, അട്ടയുണ്ടാകാം, ഇഴജന്തുക്കളുണ്ടാകാം. ശ്രദ്ധിച്ചു പോകണമെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഏത് സ്ഥലത്ത് നിന്നാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പ്രധാനമായ ഒരു കാര്യമുണ്ട്, ഇവിടെ കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്. ഈ കാണുന്ന ഒരു ബോർഡ് കണ്ടോ, ഈ സൈഡിൽ ഞാനൊരു ബോർഡ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു വെച്ചോളൂ. വട്ടത്തിൽ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാം. ഇത് നമ്മുടെ കൊല്ലം നഗരത്തിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പാരിപ്പള്ളിയിൽ നിന്നും 10 കിലോമീറ്റർ അകത്തേക്കാണ് ഈ ഒരു വട്ടത്തിൽ വെള്ളച്ചാട്ടം. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം ഈ സ്ഥലം. പക്ഷേ ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആ പ്രദേശത്ത് അടുത്ത് ഭക്ഷണം കിട്ടില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കൊണ്ടു ചെല്ലണം. അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെയുള്ള ഒരു നമ്മൾ ചെല്ലുന്ന ഉടനെ ഫീസ് കൊടുത്ത് അകത്ത് പോകുന്ന അങ്ങനെ ഒരു സ്ഥലമല്ല. ഇതിപ്പോൾ കുളിക്കാനായിട്ടൊക്കെ നമുക്ക് ചെല്ലുന്ന സ്ഥലമാണ്. എന്നാൽ സാധാരണ വെള്ളച്ചാട്ടം പോലെ മുകളിൽ നിന്നും കുത്തനെ ഒലിച്ചു വരുന്ന ഒരു വെള്ളമല്ല. ഇത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിൻ്റെ ഗതി മാറാം. ഇത്തിക്കര ആറിൻ്റെ ഒരു ഭാഗമാണിത്. ഏറ്റവും അനുയോജ്യമായ സമയം ഈ മൺസൂൺ കാലമാണ്. പക്ഷെ വഴുതലുണ്ട്. നമ്മളിവിടെ വരുന്ന തന്നെ വെള്ളത്തിൽ ഇറങ്ങാനാണ്. അപ്പം ഞാൻ അവിടെ നിന്നൊന്ന് നോക്കി നമുക്ക് സാഹചര്യം അനുസരിച്ച് ഇറങ്ങാമെന്നൊക്കെ കരുതിയൊക്കെ പാറക്കെട്ടിൽ തന്നെ അവസാനം ഞാൻ ഇരുന്നു കേട്ടോ. കാരണം വെള്ളം കണ്ടപ്പോൾ എനിക്കൊരു പേടി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മളെ പ്രിയ ആൻ്റണി വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ കാണുന്നത് ഒരു അപകടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സഹായിക്കാൻ ഒരാൾ അവിടെ എത്തി. കൈ കൊടുത്ത ആൾ ദാ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടന്നത് ഒരു അപകടമായിരുന്നു എന്ന്. കാരണം അവിടെ കുറച്ച് ആഴം കൂടുതലാണ്. അപ്പോൾ കാല് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പ്രിയ ആൻ്റണി അല്ലേ അവിടെ പിടിച്ചൊക്കെ നിന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ് കേട്ടോ ഇതാ ഈ നിൽക്കുന്നവരെല്ലാം തന്നെ. ശരിക്കും ഇപ്പോൾ ആ ബോർഡിൻ്റെ സാഹചര്യം മനസ്സിലായാലോ. 23 പേരാണ് ഇതിനു മുമ്പ് മുങ്ങി മരിച്ചത്. അപ്പോഴത്തേക്ക് ഇതാ മഴ വന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്തരീക്ഷാകെ മാറി. പിന്നെ പോളി വൈബ്. മഴക്കാലത്ത് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം. പക്ഷേ ശ്രദ്ധിക്കണം, മഴ വന്നതോടുകൂടി വെള്ളത്തിൻ്റെ ഗതി മാറി. അപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്നതിനെ എങ്ങനെയും പിടിച്ച് കയറ്റുക എന്നുള്ളതായിരുന്നു പിന്നെ എൻ്റെ ഉദ്ദേശം. കാരണം പിന്നെ സേഫ് അല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് വന്നപ്പോഴത്തേക്കും വിശന്നു. അപ്പോൾ നമ്മുടെ പ്രിയ ആൻ്റണി പറയായിരുന്നു നല്ല ചിക്കൻ കൊണ്ടാട്ടം കിട്ടുന്ന ഒരു സ്ഥലം കൊട്ടിയത്തുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടവും നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആനിയുടെ സംസാരം, ഇനി അടുത്ത യാത്ര എങ്ങോട്ടാടേ, നമുക്ക് ഇനിയും പോകണ്ടേ എന്നായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി പ്ലാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. ടാറ്റ.